ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പോൾ ഇട്ടതിൻ്റെ ബേസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ക്വിക്ക് റിവ്യൂ വീഡിയോ ആണ്. ഇതിലൂടെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്തതും റിപ്പീറ്റ് ചെയ്തതും സൈലത്തിലായിരുന്നു. റിപ്പീറ്റ് ചെയ്തത് ഓഫ്ലൈനായിട്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്തത് ഓൺലൈനായിട്ടായിരുന്നു. ബ്രില്യൻറ്റിൽ ഞാൻ ഈ വർഷം അവിടുത്തെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. സൈലം വേഴ്സസ് ബ്രില്യൻറ്റ്, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെയും നെഗറ്റീവ് ആക്കാൻ ചെയ്യുന്നൊരു വീഡിയോ അല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്യുന്ന ഒരു റിവ്യൂ വീഡിയോ ആണ്. ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അത് കുറച്ച് ഉൾക്കൊണ്ട് ബാക്കി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ആക്കുക. നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലും 90% നമ്മളിടുന്ന എഫേർട്ട് കൊണ്ട് മാത്രമേ നമ്മൾ റിസൾട്ടിലേക്ക് എത്തും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലാഗാക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓരോ കാര്യങ്ങളായിട്ടായിരിക്കും പറയുന്നത്. ക്ലാസ്, സ്കെഡ്യൂൾ, എക്സാംസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാം. ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ബ്രില്യൻറ്റിൽ 10ൽ 9 കൊടുക്കാം, സൈലത്തിന് 10ൽ 10 കൊടുക്കാം. ബിക്കോസ് എനിക്ക് സൈലത്തിൻ്റെ ക്ലാസ്സസ് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ബേസിക് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ക്ലിയർ ആക്കിയാണ് ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവറേജ് സ്റ്റുഡൻറ്റിനായാലും ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനായാലും ആർക്കായാലും ആ ഒരു ക്ലാസ് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്. നെക്സ്റ്റ് സ്കെഡ്യൂളാണ്. സ്കെഡ്യൂള് ബ്രില്യൻറ്റിന് 10ൽ 10 കൊടുക്കാം, സൈലത്തിന് 10ൽ 7 കൊടുക്കാം. ബിക്കോസ് എനിക്ക് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് ബ്രില്യൻറ്റിൻ്റെ സ്കെഡ്യൂളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് എക്സാംസാണ്. എക്സാംസ് ബ്രില്യൻറ്റിന് 10ൽ 10 കൊടുക്കാം, സൈലത്തിന് 10ൽ 5 കൊടുക്കാം. സൈലത്തിൻ്റെ കാര്യത്തിൽ എക്സാംസിൻ്റെ കേസിൽ അവർ അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. നമ്മുടെ ആപ്പിൽ തന്നെ റീസെൻ്റ് ആയിട്ടാണ് ലീഡർ ബോർഡ് പോലും വന്നത്. ഓൺലൈൻ എക്സാം ആയിക്കോട്ടെ ഓഫ്ലൈൻ എക്സാം ആയിക്കോട്ടെ അവർ അതിൻ്റേതായ ഇമ്പോർട്ടൻറ്റ് അതിന് കൊടുക്കുന്നില്ല. വളരെ കുറവ് എക്സാംസാണ് സൈലത്തിൽ കിട്ടുന്നത്. ഓൺലൈൻ എക്സാമിൽ വീക്കിലി എക്സാംസൊക്കെ നമുക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അതിൽ ലീഡർ ബോർഡൊന്നും ഉണ്ടാവില്ല. ആദ്യമൊന്നും ലീഡർ ബോർഡ് ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് ആപ്പിൽ ലീഡർ ബോർഡ് വന്നു തുടങ്ങിയത്. ഈ വർഷത്തെ കേസാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഓഫ്ലൈൻ എക്സാംസിൻ്റെ റിസൾട്ടൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് നമുക്ക് വരുന്നത്. ഓഫ്ലൈൻ എക്സാംസും വളരെ കുറവാണ്. ആദ്യം പറഞ്ഞൊരു പ്ലാനൊന്നും ഈ ഒരു എക്സാംസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് വരെ. ഈ വർഷം ഏപ്രിലിൽ തന്നെ നടത്തിയിട്ടുള്ള പല JABൻ്റെ റിസൾട്ടും ഒരുപാട് ലേറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബ്രില്യൻറ്റിലെ എക്സാംസ് വെൽ പ്ലാൻഡ് ആണ്. ഒരു എക്സാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കറക്റ്റ് ടൈമിന് കറക്റ്റ് ഡേറ്റിന് അവർ നടത്തുന്നുണ്ട്. അതുപോലെ ഒരുപാട് എക്സാംസ് അവൈലബിൾ ആണ്. വീക്കിലി എക്സാംസ് തന്നെ അതിൻ്റേതായ ഇമ്പോർട്ടൻ്റ് അവർ കൊടുക്കുന്നുണ്ട്. അവരൊരു എക്സാം നടത്തുന്നു, അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻറ്റും അതിൻ്റേതായ പ്രിയോറിറ്റിയും അവർ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ടൊന്നും അധികം ലേറ്റ് ആവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ആപ്പിലായിക്കോട്ടെ നമ്മൾ ഓഫ്ലൈനായിട്ട് എഴുതുമ്പോൾ ആയിക്കോട്ടെ റിസൾട്ടൊക്കെ പക്കാണ്. അതുപോലെ എക്സാംസ് കഴിഞ്ഞതിന് ശേഷം റാങ്ക് അനൗൺസ്മെൻറ്റിൻ്റെ മീറ്റിംഗ് വെക്കാറുണ്ട്. അപ്പം നമ്മുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ബ്രില്യൻറ്റ് എക്സാമിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവർ ചെയ്യിക്കുന്നുണ്ട്. ഈസി, മോഡറേറ്റ്, ടഫ്, ഇങ്ങനെ എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവർ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ എക്സാംസിൻ്റെ കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബ്രില്യൻറ്റിൻ്റെ തന്നെയാണ്. സൈലത്തിൻ്റെത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എക്സാംസിൻ്റെ കാര്യത്തിൽ. നെക്സ്റ്റ് മെൻറ്റർഷിപ്പാണ്. മെൻറ്റർഷിപ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ സൈലത്തിൽ എനിക്ക് വളരെ മോശം മെൻറ്റർഷിപ്പായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ കുഴപ്പമില്ലായിരുന്നു. ബ്രില്യൻറ്റിൽ ഞാനൊരു ടെസ്റ്റ് സീരീസിലായിരുന്നു ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും ആ ഒരു മെൻറ്റർ എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. എൻ്റെ മാർക്സ് ചോദിക്കാറുണ്ടായിരുന്നു, എൻ്റെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. 10ൽ 10 കൊടുക്കാം ബ്രില്യൻറ്റിന്, 10ൽ 8 കൊടുക്കാം സൈലത്തിന്. നെക്സ്റ്റ് എഫോർഡബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഡെഫിനറ്റ്ലി സൈലം തന്നെയാണ്. ഓൺലൈനായിട്ട് കോച്ചിങ് ചെയ്യുവാണെങ്കിൽ എഫോർഡബിൾ ആയിട്ടുള്ളത്. ബ്രില്യൻറ്റ് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അതിൽ 10ൽ 10 കൊടുക്കാം സൈലത്തിന്, 10ൽ 8 കൊടുക്കാം ബ്രില്യൻറ്റിന്. നെക്സ്റ്റ് റിവിഷനാണ്. റിവിഷൻ സൈലത്തിൻ്റെ കാര്യത്തിൽ പക്കയാണ്. ലാസ്റ്റിലേക്ക് ഒരുപാട് റിവിഷൻ പ്ലാൻസ് അവൈലബിൾ ആണ്. ധീര ബാച്ചിന് XPL അവൈലബിൾ ആണ്. എൻ ഗെയിം, 10 days ചലഞ്ച്, അങ്ങനെ ഒരുപാട് പ്ലാൻസ് കൊണ്ടുവരുന്നുണ്ട്. ലാസ്റ്റിലേക്ക് തന്നെ ഒരു 3 times റിവിഷനൊക്കെ നമുക്ക് സൈലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബ്രില്യൻറ്റിൽ ലാസ്റ്റിലേക്ക് റിവിഷൻസ് അവർ എക്സാംസ് ആയിട്ടാണ് നടത്തുന്നത്. അതിൽ യൂണിറ്റ് വൈസ് ഓരോ ടൈം ടേബിൾ നമുക്ക് തരും. അതനുസരിച്ച് നമ്മളിനെ ഡിസൈഡ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതാണ് അവിടെ ലാസ്റ്റിലേക്ക് കിട്ടുന്ന റിവിഷൻ. അതും നല്ല എഫക്റ്റീവാണ്. അപ്പോൾ 10ൽ 10 കൊടുക്കാം സൈലത്തിന്, 10ൽ 9 കൊടുക്കാം ബ്രില്യൻറ്റിന്. നെക്സ്റ്റ് ആപ്പാണ്. ആപ്പ് എനിക്ക് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെതും നല്ലതായിട്ട് തന്നെ ഫീൽ ചെയ്തു. രണ്ടിനും 10ൽ 10 കൊടുക്കാം. എക്സാംസിൻ്റെ കാര്യത്തിലാണ് എനിക്ക് സൈലം ഏറ്റവും മോശമായിട്ട് തോന്നിയത്. ഞാനവിടെ പഠിക്കുന്നൊരു കുട്ടിയായിട്ട് പോലും എക്സാംസിന് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു.
അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ജെന്യൂനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊണ്ട് നിങ്ങൾ തന്നെ ബാക്കി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. താല്പര്യമില്ലാത്തവർ ഒഴിവാക്കാം. ഇതിനു മുൻപ് ഞാനൊരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യം റിമൂവ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും അങ്ങനെ റിമൂവ് ആവുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ജെന്യൂനായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് ബാക്കിയുള്ള കുട്ടികൾക്ക് യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനത് റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ ടൈം കിട്ടുന്ന അനുസരിച്ച് അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാം. ഇനി അങ്ങോട്ട് എനിക്ക് ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഇപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.